ഇന്ത്യൻ മാർക്കറ്റിലെ കാറുകളുടെ വില നാൾക്ക് നാൾ കൂടി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ടാറ്റ നെക്സോണിനെ 2017 ടാറ്റ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടായിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് മോഡൽ പെട്രോളിന് തന്നെ ഉണ്ടായിരുന്നത് 8.6 ലാക്സ് ആയിരുന്നു. എന്നാൽ ഇന്ന് ഓഗസ്റ്റ് 2024 അതേ സെയിം വേരിയന്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 14 ലക്ഷത്തിന് മുകളിലാണ്. ഈ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പ്രൈസ് ഇൻക്രീസിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ ഫീച്ചേഴ്സ് കൂടുതലായി കൊടുക്കുന്നു. എന്നാൽ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എമിഷൻ നോംസിൽ വന്ന മാറ്റങ്ങളാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മൾ BS3 നിന്ന് BS6 മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ചേഞ്ചിലൂടെ തന്നെ എഞ്ചിനിൽ വരുന്ന മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ ECU, ആഫ്റ്റർ ട്രീറ്റ്മെന്റ് സിസ്റ്റം, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ കാറുകളുടെ വില നാൾക്ക് നാൾ കൂടി വരികയാണ്. ഇന്ത്യയുടെ എമിഷൻ നോംസിനെ ഭാരത് സ്റ്റേജ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ കാറുകളും BS6 ഫേസ് 2 മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം. BS4 നിന്ന് BS6 മാറ്റം എന്ന് പറയുന്നത് 2020 അതിനൊരു കാരണം യൂറോ 6 എന്ന് പറയുന്ന എമിഷൻ നോംസ് മറ്റ് കൺട്രികളിൽ കൊണ്ടുവന്നതുപോലെ ഇന്ത്യയിലും അത് കൊണ്ടുവരണം എന്നുള്ള ഭാഗമായി BS6 പെട്ടെന്നുള്ള ഒരു മാറ്റം സംഭവിച്ചത്. നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി എല്ലാ കാർ മാനുഫാക്ചററോടും BS7 മാറണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവൺമെന്റ് അതൊരു റൂളായി കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ BS7 മാറണം എന്നാണ് സാരം. BS6 നിന്നും BS7 മാറുമ്പോൾ എന്തൊക്കെ മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്ട്രിക്റ്റ് എമിഷൻ പ്രോട്ടോകോൾ ആണ് അതിൽ വരുന്നത്. ഇതിന്റെ കാരണം കൊണ്ട് തന്നെ കാറ്റലിറ്റിക് കൺവേർട്ടർ, DPOs, OBDs ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും അപ്ഗ്രേഡ് ഉണ്ടാകേണ്ടതായിട്ട് വരും. മാത്രമല്ല കംപ്രഷനെ എമിഷന്റെ ആയിട്ട് മാറ്റുന്നതിന് വേണ്ടി അഡ്വാൻസ്ഡ് ഫിൽറ്റേഴ്സും എക്സോസ്റ്റ് ആഫ്റ്റർ ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിലും നിരവധി ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും. BS7 വരുമ്പോൾ ഇതൊരു ഫ്യൂവൽ ന്യൂട്രൽ സിസ്റ്റത്തിലേക്കാണ് മാറുന്നത്. അതായത് പെട്രോളിനും ഡീസലിനും ഡിഫറന്റ് ആയിട്ടുള്ള എമിഷൻസ് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഡീസൽ എഞ്ചിനായിരിക്കും ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അഫോർഡബിൾ സെഗ്മെന്റിൽ ഡീസൽ കാർ ഉണ്ടാകാൻ സാധ്യത കുറവായിരിക്കും. BS7 ഇത് മാറുമ്പോൾ വെറും ഫ്യൂവൽ എമിഷൻസ് മാത്രമാവില്ല, മറിച്ച് മൈക്രോ പ്ലാസ്റ്റിക് എമിഷൻ, ടയർ എമിഷൻ, വേപ്പർ എമിഷൻ തുടങ്ങി പല കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കും. ഇതിനുള്ള മെയിൻ റീസൺ എന്റയർ ഓട്ടോമൊബൈൽ സിസ്റ്റത്തിലും വരുന്ന എമിഷനെ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. BS7 എമിഷൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബാധകമായതാണ്. ഉദാഹരണത്തിന് ബാറ്ററിയുടെ ലോങ് ലൈഫ് എത്രമാത്രം കസ്റ്റമറിന് കിട്ടും, ബാറ്ററി എങ്ങനെ റീസൈക്കിൾ ചെയ്യും തുടങ്ങിയ പല വിഷയങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കും. മാത്രമല്ല BS7 വരുന്ന വാഹനങ്ങൾക്ക് ഫ്യൂൽ എഫിഷ്യൻസി ടാർജറ്റും വയ്ക്കും. കുറഞ്ഞ ഫ്യൂൽ എഫിഷ്യൻസി ഉള്ള വാഹനങ്ങൾ BS7 സസ്റ്റെയിൻ ആകുന്നത് വളരെ പ്രയാസമായിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് മാരുതി സുസുക്കി, ടൊയോട്ടോ പോലുള്ള വാഹന നിർമ്മാതാക്കൾ തങ്ങളുടെ വാഹനങ്ങൾക്ക് ഹൈബ്രിഡ് ടെക്നോളജി ടോപ്പ് എൻഡ് വേരിയന്റിന് നൽകുന്നത്. ഹ്യുണ്ടായി, കിയ, സ്കോഡ പോലുള്ള വാഹന നിർമ്മാതാക്കൾക്ക് കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായി വരും. വാഹന നിർമ്മാതാക്കൾ BS7 മാറുമ്പോൾ BS6 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെയിം മോഡലിന്റെ സെയിം വേരിയന്റിന് ഏകദേശം 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ അധികമായി നൽകേണ്ടതായി വരും. മാത്രമല്ല ഡീസൽ എഞ്ചിൻ മാസ് മാർക്കറ്റ് സെഗ്മെന്റിൽ നിന്ന് പ്രീമിയം സെഗ്മെന്റിലേക്കും മാറും. എന്തായാലും BS7 എമിഷൻ നോംസ് എന്ന് പറയുന്നത് ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാറുകളുടെ വില ഉയർന്നാലും പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നാലും ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് BS7 എമിഷനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തേ മതിയാകൂ. എന്തായാലും BS7 കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ പറയുക. എല്ലാവർക്കും വണക്കം.